നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. എക്സിറ്റ് പോളുകൾ വലിയ തോതിലുള്ള ആവേശമാണ് പല മുന്നണികൾക്കും പടർത്തുന്നതെങ്കിലും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഈ എക്സിറ്റ് പോളുകളെ വിശ്വസിക്കേണ്ട എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അസാമിലും ബംഗാളിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഇന്ത്യ മുന്നണിക്ക് കാര്യമായിട്ടുള്ള നേട്ടം തന്നെയായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അസാമിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് ആഘോഷപൂർവ്വം കൊണ്ടാടും എന്നുള്ളതാണ് കൃത്യമായും ഗൗരവ് ഗൊഗോയും കൂട്ടരും പറയുന്നത്. ഹിമന്തിൻ്റെ ഭരണത്തെ അട്ടിമറിക്കാൻ തക്കതായിട്ടുള്ള നമ്പേഴ്സ് അവിടെ ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണ്. നമുക്കറിയാം, AICC നേതൃത്വം സാധാരണ MP-മാർക്ക് നിയമസഭയിൽ മത്സരിക്കുന്നതിന് ഇളവ് നൽകിയിട്ടില്ല. എന്നാൽ ജോർഹാത്തിലെ MP ആയിട്ടുള്ള ഗൗരവ് ഗൊഗോയ്ക്ക് ആ ഇളവ് നൽകിയിട്ടുണ്ട്. കാരണം അത്രയേറെ ജനപ്രിയനായിട്ടുള്ള, അത്രയേറെ കർമ്മശേഷിയുള്ള, യുവാക്കളുടെ ഹരമായി മാറിയിരിക്കുന്ന ഗൗരവ് ഗൊഗോയെ ജോർഹാത്തിലെ അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. 126 സീറ്റുകൾ അസാമിലുണ്ട്. അസാമിൽ പുതുചരിത്രം എഴുതിയാൽ അത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന വലിയ മാറ്റത്തിൻ്റെ കാഹളമായിരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിനും ഇന്ത്യ മുന്നണിക്കും BJPക്കും ഒരുപോലെ അറിയാവുന്ന കാര്യമാണ്. NDA അതുകൊണ്ട് വിയർക്കുകയാണ്. NDA സംബന്ധിച്ചിടത്തോളം അവർക്ക് മണിപ്പൂരിലെ കലാപ വിഷയങ്ങൾ കെട്ടടക്കാനോ മണിപ്പൂരിലെ യഥാർത്ഥത്തിൽ ബീരൻ സിംഗ് കാണിച്ച നെറുകേടിനെ ന്യായീകരിക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല. മണിപ്പൂർ അവരുടെ കൈവിട്ട് പോയ അവസ്ഥയാണ്. കാരണം രാഷ്ട്രപതി ഭരണമാണെങ്കിലും ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടനടി ഉണ്ടായാൽ, കാരണം 2027 ജനുവരിയോടുകൂടി മണിപ്പൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലാവധി, അതായത് നിയമസഭാ കാലാവധി അവസാനിക്കുന്നത് 5 വർഷമാകുന്ന ഒരു വേളയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ കാലാവധി അവസാനിച്ചാൽ പിന്നെ രാഷ്ട്രപതി ഭരണമെന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. എന്തൊക്കെ ക്രമസമാധാന പ്രശ്നം ഉന്നയിച്ചാലും അത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അസാം എന്ന് പറയുന്ന ഒരു പ്രത്യേക സംസ്ഥാനം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രബല സംസ്ഥാനം, അവരുടെ കൈവെള്ളയിൽ നിന്നും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി കലാപക്കൊടി നാട്ടുകയാണ് ഹിമന്ത് വിശ്വാസും കൂട്ടരും. ബംഗാളിൽ നോക്കൂ, സുവേദു അധികാരി പറയുന്നത് അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവിടെ പല സാഹചര്യങ്ങളിലും നുഴഞ്ഞുകയറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗാളിൽ ന്യൂനപക്ഷങ്ങളെ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞുള്ള വലിയ രീതിയിലുള്ള കാടടച്ച് വെടിവെക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗവുമായാണ് സുവേദു അധികാരിയും കൂട്ടരും ഇറങ്ങുന്നത്. എന്നാൽ ഇത്തവണ സുവേദു പരമ്പരാഗതമായ കുത്തക മണ്ഡലമായി നന്ദിഗ്രാം വിട്ട് ഭവാനിപ്പൂരിൽ മമതാ ബാനർജിക്കെതിരെ നിൽക്കുന്നു എന്നതുകൂടി എടുത്തു പറയണം. മമതാ ബാനർജിക്ക് ഈസി വാക്ക് ഓവർ കൊടുത്തിട്ടുള്ള ഭവാനിപ്പൂരിൽ ഇത്തവണ വലിയ ടഫ് ഫൈറ്റ് ഉണ്ടാകുമെന്ന് വലിയ തോതിലൊക്കെ പ്രവചനമുണ്ട്. എന്നിരുന്നാലും തൃണമൂൽ കോൺഗ്രസ് അധികാരം നിലനിർത്താനാണ് സാധ്യത. സീറ്റുകൾ ഒരുപക്ഷെ 200-ൽ താഴെ ആയിരുന്നാൽ പോലും ഇത്തവണയും 4ാം തവണ തുടർച്ചയായി തൃണമൂൽ അധികാരത്തിലെത്തുന്ന സാധ്യതകളാണ് ഉള്ളത്. കൃത്യമായി പറഞ്ഞാൽ അസാമിലും ബംഗാളിലും ഇന്ത്യ മുന്നണിയുടെ തരംഗം എന്ന് തന്നെ വീണ്ടും വിശേഷിപ്പിക്കാവുന്ന സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്.